ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 15 മിഥുന രവി സംക്രമമാണ്. അതായത് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പം മിഥുനം രാശിയിലേക്ക് സൂര്യൻ്റെ രാശിമാറ്റം വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മിഥുനം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 3ാം ഭാവരാശിയാണ്, ബുധൻ്റെ രാശിയാണ്. ബുധൻ ഇപ്പോൾ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ജൂൺ 21 വരെ ബുധൻ മിഥുനം രാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 3ാം ഭാവരാശി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ, ബൗദ്ധിക തലത്തിൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ഇപ്പം അധികാരം, അതുപോലെ പദവി, സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. മൈൻഡ് പൊതുവെ റിസോഴ്സ്ഫുള്ളാകും. അതുപോലെ ഏത് പ്രശ്നങ്ങളും ഏത് കാര്യങ്ങളും വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ എന്ത് പ്രശ്നങ്ങൾക്കും അത് നമുക്ക് ചിന്തിച്ച് അതിന് അനുസൃതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും. തൊഴിൽ, ബിസിനസ് ഇവയൊക്കെ വിപുലപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും സൂര്യൻ കാലപുരുഷൻ്റെ 3ാം ഭാവരാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാവുന്നത്. അപ്പോൾ സൂര്യൻ കാലപുരുഷൻ്റെ 3ാം ഭാവരാശിയിൽ ആദ്യം സഞ്ചരിക്കുന്നത് മകയിരം നക്ഷത്രത്തിലും, ജൂൺ 22 ആവുമ്പോൾ അത് തിരുവാതിര, അതായത് രാഹുവിൻ്റെ നക്ഷത്രത്തിലേക്ക് സൂര്യൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഒരു ജൂലൈ 6 ആവുമ്പോൾ പുണർദം നക്ഷത്രത്തിൽ ആയിരിക്കും സൂര്യൻ്റെ സഞ്ചാരം. അതിൽ സൂര്യൻ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ അല്പം കെയർ വേണ്ടുന്ന സമയമായിരിക്കും. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും 5ാം ഭാവാധിപനാണ്, ത്രികോണ ഭാവാധിപനാണ് സൂര്യൻ. ആ ത്രികോണ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 അവരുടെ 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ 3ാം ഭാവരാശിയിൽ ഉണ്ടാകും. 3ാം ഭാവരാശിയിൽ ഇപ്പോൾ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ജൂൺ 21 വരെ ബുധൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ ബുധനും സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധം ആ 3ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. ഇപ്പം 3-ലൊക്കെ ആ സൂര്യൻ്റെ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ധൈര്യം, വീര്യം ഇവയൊക്കെ കൂടുന്ന സമയമായിരിക്കും. മനസ്സ് റിസോഴ്സ്ഫുള്ളാകും. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനാണ് 3-ൽ വരിക എന്നുള്ളത് കൊണ്ട് ക്രിയേറ്റീവ് തലത്തിൽ നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. കോമ്പറ്റിറ്റീവ് തലത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകും. പൊതുവെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാവുന്ന സമയമാണ്. 5ാം ഭാവാധിപൻ ആയ സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നത്. അപ്പോൾ പൊതുവെ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രഭാഷകർക്ക്, എഴുത്തുകാർക്ക്, പ്രസാധകർക്ക്, അതുപോലെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, സർക്കാർ സർവീസിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക്, സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർ, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആ 3-ൽ സൂര്യൻ്റെ രാശിമാറ്റം വരിക വഴി ഉണ്ടാകുന്നത്. ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്,
അതുപോലെ ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊക്കെ തന്നെ ആ രവി ബുധൻ്റെ ആ ബന്ധം മൂന്നാം ഭാവരാശിയിൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്ത് വരുന്നത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ബുധ ആദിത്യ ബന്ധം എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. കൂടുതൽ അറിവ് ആർജിക്കുവാനുള്ള ഒരു കഴിവ് അവർക്കിവിടെ ഉണ്ടാകും. പഠന മികവിൻ്റെ സമയം എന്ന് പറയാം. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ സമയത്ത് ഹ്രസ്വയാത്രകൾ, ആ യാത്രകൾ വഴിയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 6ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ ഇപ്പം 3-ൽ നിൽക്കുകയാണ്. 6ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് ഈ 3 പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അത് ആ ബുധനും സൂര്യനുമൊക്കെ 6ൻ്റെ 10-ലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് കർമ്മസംബന്ധമായിട്ട് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതേസമയം ഇപ്പോൾ ജൂൺ 22 ആകുമ്പോൾ സൂര്യൻ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ, അതായത് തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. രാഹു സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ സൂര്യൻ ശത്രുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം, അത് പ്രത്യേകിച്ച് ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയൊക്കെ ആ തിരുവാതിര നക്ഷത്രത്തിലായിരിക്കും സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് തൊഴിലിടത്ത് ചിലപ്പോൾ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുപോലെ നമുക്ക് അവിടെ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ നമ്മൾ ഈ പ്രത്യേകിച്ച് 3ാം ഭാവരാശിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ രേഖകൾ അവിടെയൊക്കെ ഒപ്പിടുമ്പോഴൊക്കെ നമുക്ക് ഒരു കെയർ വേണം. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മെസ്സേജുകളിൽ, നമുക്ക് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ, ഇവയിലൊക്കെ ഒരു കെയർ ആ സമയത്ത് വേണം എന്ന് മനസ്സിലാക്കുക. പക്ഷേ ആ ജൂലൈ 6 കഴിയുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി പുണർന്ന നക്ഷത്രത്തേക്ക് ഇറങ്ങിയാണ് ആ സൂര്യൻ. അത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, വിമർശനങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ഈ 22 മുതൽ ജൂലൈ 6 വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ 11-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 5ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11 വരുമ്പോൾ സന്താനങ്ങൾക്ക് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ രവിയും ബുധനും ഒക്കെ പ്രത്യേകിച്ച് ആ ഭാഗ്യസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് 9-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉന്നത പഠനത്തിലൊക്കെ നമുക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദേശ യാത്രകൾക്ക്, വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ആ സൂര്യൻ്റെയും ആ ബുധൻ്റെയൊക്കെ 9-ലെ ദൃഷ്ടി ഗുണം ചെയ്യും. അപ്പോൾ പൊതുവെ നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ പഠന മേഖലകളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ 22 മുതൽ ജൂൺ 6 വരെയുള്ള ആ സമയത്ത് രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഗുരുക്കന്മാരുമായിട്ട്, മുതിർന്നവരുമായിട്ട്, പിതാവുമായിട്ടൊക്കെ ഉള്ള റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കണം. അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അപ്പം നമ്മൾ പൊതുവേ നമുക്ക് സൂര്യൻ്റെ 3-ലെ രാശിമാറ്റം ഗുണം ചെയ്യും. പക്ഷേ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അല്പം കെയർ വേണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപനാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ ആ സൂര്യൻ ജൂൺ 15-ന് അവരുടെ 2ാം ഭാവരാശിയിലേക്ക് ആണ് രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ 2ാം ഭാവരാശിയിൽ ഉണ്ടാകും. ആ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2-ൽ തന്നെ നിൽക്കുന്ന സമയമാണ്. 2ഉം 5ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ 2 നിൽക്കുന്നു ജൂൺ 21 വരെ. അങ്ങനെ ബുധനും ആ സൂര്യനും ആ 2ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ
സ്പീച്ച് സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ പ്രഭാഷണം, അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഫാമിലിയിൽ, ഇവയിലൊക്കെ അല്പം ഫോക്കസ് കൂടാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് ഈ രവി ബുധനുമൊക്കെ ഒരു 2ാം ഭാവരാശിയിൽ വരുമ്പോൾ നമുക്ക് ധനപരമായിട്ടുള്ള സുഖാനുഭവം ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ ഭോജന സുഖമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പഠനത്തിൽ സുഖാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിൽ ചില നല്ല കർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഫാമിലിയിലെ അംഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്നിച്ചു കൂടുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ 4ാം ഭാവാധിപനാണ് എന്നുള്ള സ്ഥിതിക്ക് 4ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 11ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാതാവിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, മാതാവ് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് മാതാവ് വഴി സാമ്പത്തിക നേട്ടം, സന്താനങ്ങൾ വഴി നേട്ടം, വസ്തു, വാഹനം, അതുപോലെ ഇവയൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനൊക്കെ അനുകൂല സമയമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കൃഷിയിലൊക്കെ നമുക്ക് നല്ല വരുമാനത്തിന് സാധ്യതയുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ നേട്ടം ഉണ്ടാകും. പ്രത്യേകിച്ച് 4ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ലൂടെ സഞ്ചരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ്, കൃഷി, അതിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ബിൽഡേഴ്സിന് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിലൊക്കെ അവർക്ക് ആദായം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമുക്ക് ഈ 4, 5 ഭാവാധിപനാണ്. 5ാം ഭാവാധിപനാണ് ബുധൻ, അതുപോലെ 4ാം ഭാവാധിപനാണ് സൂര്യൻ. ഈ 4ഉം 5ഉം ഭാവാധിപൻ പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ, അതായത് 5ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ പഠനം, അവരുടെ തൊഴിൽ, അവർക്ക് എന്തെങ്കിലും റെപ്യൂട്ടേഷൻ, അതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവേ നല്ലൊരു പെർഫോമൻസ് ഒക്കെ അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള രവിയും ബുധനും ഒക്കെ 2ൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പുണ്യഗ്രന്ഥങ്ങൾ, അതുപോലെ ഉപാസനാദി വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ പ്രഭാഷണമൊക്കെ നടത്തുന്നവർ, പ്രത്യേകിച്ച് ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ അവയും അടിസ്ഥാനപ്പെടുത്തിയൊക്കെ പ്രഭാഷണം നടത്തുന്നവർ, പണ്ഡിതന്മാർ, അധ്യാപകർ, അതുപോലെ ഈ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവം അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടും അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ വിവിധ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിനും സാധ്യത ഉണ്ട്. അതേസമയം ജൂൺ 22 ആകുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യം മകേര നക്ഷത്രം, അത് ചൊവ്വയുടെ നക്ഷത്രമാണ്, സൂര്യൻ്റെ ശത്രുഗ്രഹമല്ല. അത് കഴിഞ്ഞാൽ സൂര്യൻ്റെ ശത്രുഗ്രഹമാണ് ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള രാഹു. അപ്പോൾ ആ രാഹുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ഈ നമുക്ക് ഒരു കുടുംബത്തിൽ 2ാം ഭാവരാശിയിലാണ് രാഹുവിൻ്റെ നക്ഷത്രം വരുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബത്തിലൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സമയത്ത് എന്തിനെങ്കിലും ചൊല്ലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ധനപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴുമൊക്കെ ഒരു കെയർ ആ സമയത്ത് വേണം. പൊതുവേ നമുക്ക് ഒരു തർക്ക മനോഭാവങ്ങൾ നമ്മുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടാകാം. പക്ഷേ അതൊരു ജൂൺ ജൂലൈ 6 ആവുമ്പോൾ ആ സ്ഥിതിയിലൊക്കെ മാറ്റം വരും. പിന്നെ അത് ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് വളരെ ഗുണം ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പം പൊതുവേ നമ്മൾ ഈ രാഹുവിൻ്റെയൊക്കെ നക്ഷത്രത്തിലൂടെയൊക്കെ ഈ സൂര്യൻ സഞ്ചരിക്കുമ്പം ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള ആ സമയത്തൊക്കെ നമ്മൾ ആഹാരത്തിലൊക്കെ അല്പം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ ചിലർക്ക് ദന്തസംബന്ധമായിട്ടെന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങൾ, നയന സംബന്ധമായിട്ടെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ആ സമയത്തുണ്ടാകാം. അതുപോലെ കോപം, പിടിവാശിയൊക്കെ ആ സമയത്ത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂര്യനും ബുധനും ഒക്കെ ആ 2 നിന്നിട്ട് അതിൻ്റെ അഷ്ടമരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അഷ്ടമരാശിയിലൊക്കെ ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ആ അഷ്ടമരാശിയിൽ ഒരു പ്രകാശം, പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡുമായിട്ട് എന്തെങ്കിലുമൊക്കെ
അതൊക്കെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു നേട്ടം അവർക്ക് അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഷ്ടമരാശിയിലെ ആ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഗുണം ചെയ്യും. ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ ഹെൽത്ത് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ ചില ഗുണാനുഭവം ആ സൂര്യൻ്റെ മിഥുനം രാശിയിലൂടെ ഉള്ള ആ സഞ്ചാരമുണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ 3-ാം ഭാവാധിപനാണ്. 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15-ന് അവരുടെ ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. ജന്മരാശ്യാധിപൻ ബുധനാണ്. ആ ജന്മരാശ്യാധിപനായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ജൂൺ 21 വരെ ആ ബുധൻ ജന്മരാശിയിലുണ്ട്. ആ ബുധൻ്റെ കൂടെയാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ പൊതുവെ രവി ബുധനൊക്കെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഊർജ്ജസ്വലത, ഉന്മേഷം ഒക്കെ തന്നെ നമുക്കുണ്ടാകും. ഒരു ആത്മവിശ്വാസം, നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. പേഴ്സണാലിറ്റിയൊക്കെ വളരെ ആകർഷകമാകും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഈ സമയത്ത് അവരുടെ മേഖലയിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമുക്ക് ഈ ബുധൻ കർമ്മ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ്, 4-ലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള ചില സുഖാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഒരു വികാസം ഉണ്ടാകും. ബിസിനസ്സിൽ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. മീഡിയ പ്രവർത്തകർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ സൂര്യനും ബുധനും ഒക്കെ ജന്മരാശിയിലൊക്കെ നിൽക്കുമ്പോൾ പൊതുവേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രഭാഷണം നല്ല രീതിയിലൊക്കെ ഇമ്പ്രസീവായിട്ട് പ്രഭാഷണം നടത്താനൊക്കെ കഴിയുന്ന ഒരു സ്ഥിതി ഈ കൂറുകാർക്ക് ജന്മരാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുകയും അവിടെ ബുധൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവാകും. പ്രത്യേകിച്ച് ഓക്കുപ്പേഷണൽ സ്കില്ല് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതൊക്കെ തൊഴിലിടത്ത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ പ്രീതിക്ക് നമ്മുടെ കഴിവ് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് തലത്തിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലീഡർ തലത്തിൽ ഒരു മേധാവി തലത്തിലേക്കൊക്കെ ഉയരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വന്തം കഴിവിലൂടെ നമുക്ക് തൊഴിലിൽ ഉയർച്ച കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും ആ സൂര്യനും അതുപോലെ ആ ബുധനും ജന്മരാശിയിൽ നിൽക്കുക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് 3-ാം ഭാവാധിപനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ യാത്രകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മാതാവിന് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ സൂര്യൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ അല്പം ന്യായബോധമൊക്കെ നമുക്കുണ്ടാകുന്ന സമയമാണ്. ഉയർന്ന അധികാരം കിട്ടുന്നതിനുള്ളൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നേതൃതലത്തിലേക്കൊക്കെ ഉയരുന്നതിനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്പം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രത്യേകിച്ച് രവിയും ബുധനൊക്കെ ജന്മരാശി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖം, സന്തോഷം, അവരുടെ പഠന മികവൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ, അതുപോലെ ബിസിനസ് ഇവയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11-ലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി ഈ ജാതകനും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ യാത്രകൾ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അയൽവക്കക്കാർ അവരുമായിട്ടൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ 3-ാം ഭാവത്തിൻ്റെ 3-ലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകും. അതേസമയം നമുക്ക് രവിയും ബുധനും ഒക്കെ ജന്മരാശിയിൽ വരുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്.
അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു തമാശ രൂപേണ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമാണ്. കുറിക്ക് കൊള്ളുന്ന ഉത്തരങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഈ ജൂൺ 22 ആകുമ്പോൾ ജന്മരാശിയിൽ ആ തിരുവാതിര നക്ഷത്രത്തിലൂടെയൊക്കെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. അത് ജൂലൈ 6 വരെ, ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം പ്രത്യേകിച്ച് സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിൽ, രാഹുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് അല്പം മുൻകോപമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് അല്പം അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയർ ഈ സമയത്തുണ്ടാകാം. ആരോടും യോജിക്കാൻ കഴിയാത്തൊരു മനോഭാവങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് അത് തൊഴിലിടത്തായാലും കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ആയാലും നമ്മൾ ആ സമയത്ത്, പ്രത്യേകിച്ച് ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയത്ത് രാഹു എന്ന് പറയുന്നത് സൂര്യൻ്റെ ശത്രുവാണ്. ആ ശത്രുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അല്പം കെയർ നമുക്ക് വേണം. അതുപോലെ നമ്മൾ 7ലേക്കൊക്കെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 7ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ അല്പ ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ വേണം. അതേസമയം മറ്റു ചില കാര്യം, ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ, പാർട്ട്ണർഷിപ്പ് റിലേഷൻ, അതിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അതേസമയം വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ജന്മരാശി നിൽക്കുന്നത്. അപ്പോൾ വീട്, വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക്, അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പക്ഷേ ഈ രാഹുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്പം കെയർ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 6ാം തീയതിയൊക്കെ കഴിയുമ്പോൾ, ജൂലൈ 6 കഴിയുമ്പോൾ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 22 മുതൽ 6 വരെ ഉണ്ടായിരുന്ന ആ മാനസികമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിരിമുറുക്കം അതൊക്കെ മാറി നമുക്ക് ഗുണാനുഭവം, കുറച്ചുകൂടെ നല്ല ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പം അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സൂര്യൻ ജന്മരാശിയിലേക്ക് രാശി മാറുക വഴി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും മിഥുന രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കർക്കിടക കൂറുകാരെന്ന് പറയുമ്പം പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 2ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ 15 അവരുടെ 12ലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 16 വരെ ആ സൂര്യൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. 12ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 12 നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 3ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. ബുധൻ 12 നിൽക്കുന്ന സമയമാണ് ജൂൺ 21 വരെ. അങ്ങനെ ബുധനും സൂര്യനും 12ാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ 12ലൊക്കെ 2ാം ഭാവാധിപൻ വരുമ്പോൾ, അത് ധനഭാവാധിപനാണ് 12 വരിക എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനച്ചെലവ് ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഈ സമയത്ത് വരാം. അതുപോലെ ഈ പഠനം, ദൂരയാത്രകൾ, ആത്മീയ കാര്യങ്ങൾ, അതുപോലെ കുടുംബകാര്യങ്ങൾ, ഇവകൾക്കായിട്ടുള്ള ചെലവ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ ആ 12ാം ഭാവരാശിയിൽ സഞ്ചരിക്കും. അതുപോലെ നമ്മൾ മണി ട്രാൻസാക്ഷനിലും ശ്രദ്ധ കൊടുക്കണം. അതേസമയം ചിലപ്പോൾ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തെങ്കിലും കൺഫ്യൂഷൻ, ചില അമിതമായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ ചിലപ്പോൾ 12ലൊക്കെ സൂര്യനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, ഓവർ തിങ്കിങ്, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അനാവശ്യ ചെലവ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നമുക്ക് വേണം. അതുപോലെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭയം, പ്രത്യേകിച്ച് ഈ നമുക്ക് ദൃശ്യമാകാത്ത ഏതെങ്കിലും ഹിഡൻ എനിമീസിൻ്റെയൊക്കെ ശല്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. അതേസമയം ഈ സ്പിരിച്വൽ തലത്തിൽ ഉയരുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12 നിൽക്കുന്നു, സൂര്യനും 12 വരുന്നു. അതൊക്കെ നമുക്ക് സ്പിരിച്വൽ തലത്തിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുവഴി നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭയപ്പാട്, ഇതൊക്കെ മാറുന്നതിന് ആ മെഡിറ്റേഷൻ, അതുപോലെ ആത്മീയ ചിന്തകൾ, അതൊക്കെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. വിദേശത്ത് പഠനം,
അതുപോലെ വിദേശത്ത് ബിസിനസ് ഇവയൊക്കെ നടത്തുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിരിക്കും സൂര്യൻ 12 വരികയും ബുധൻ 12 നിൽക്കുകയും ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ആത്മീയ കാര്യങ്ങളിലും ആതുര സേവനങ്ങളിലും ഒക്കെ ശ്രദ്ധ കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഈ സത്പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളി ആകുന്നതിനുള്ള സാധ്യതയും ആ സൂര്യൻ 12ാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകും. അതേസമയം 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 11ലാണ് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ചില നേട്ടമുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ റിലേഷൻ വിദേശ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് ദീർഘകാലമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സ്കീമിലേക്കൊക്കെ ചിലപ്പോൾ പണം മുടക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ മാത്രമല്ല രവിയും ബുധനും ഒക്കെ 12 വരുമ്പോൾ നമുക്ക് അത് അഷ്ടമത്തിൻ്റെ 5ാം ഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സന്താനങ്ങൾക്ക് അവരുടെ പഠന ആവശ്യങ്ങൾക്ക്, അതുപോലെ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് ഇത്യാദി സ്കീമുകളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ചില പ്രവർത്തനങ്ങൾ ഈ സമയത്തുണ്ടാകാം. അപ്പം പൊതുവേ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് വരാം. അതേസമയം ജൂൺ 22 വരെ ഇത് കഴിഞ്ഞാൽ, ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയുള്ള സമയം, ഈ സമയത്ത് സൂര്യൻ സഞ്ചരിക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ആണ്. അപ്പം ഈ സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ, അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, ഉറക്കക്കുറവ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉറക്കത്തിൽ ചില ഭയപ്പാടുകൾ, ഇതൊക്കെ ചിലപ്പോൾ ആ സൂര്യൻ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകാം. അപ്പോൾ ചില ശത്രുക്കളുടെ ശല്യം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ സർക്കാർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫൈൻ, പെനാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് കൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അത് ജൂലൈ 6 കഴിയുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ സഡൻ മാറ്റം ഉണ്ടാകും. നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആത്മീയ തലത്തിലൊക്കെ വളരെ നമുക്ക് ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാം. സ്പിരിച്വൽ തലത്തിലും അതുപോലെ മെഡിറ്റേഷൻ തലത്തിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഈ സൂര്യൻ അവരുടെ 6ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 6ലേക്കൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ശത്രുക്കളുടെയൊക്കെ ശല്യങ്ങൾ വന്നാൽ അതൊക്കെ നമുക്ക് നേരിടാനൊക്കെയുള്ള ഒരു ധൈര്യം നമുക്ക് തരും. അതുപോലെ ഈ പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കതിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും. അപ്പോൾ പൊതുവേ നമുക്ക് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് ഈ 6ലെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വഴിതെളിക്കും. അപ്പം അതൊക്കെ, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് സ്പിരിച്വൽ തലത്തിൽ ഒരു വളരെ നല്ല അനുഭവങ്ങൾ അതുവഴി നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകാവുന്ന ടെൻഷൻ, പിരിമുറുക്കം ഇവയൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.